സോ ഫസ്റ്റ് നമ്മൾ പഠിക്കുന്ന ആക്രോണിം എന്ന മെത്തേഡാണ്. ഈ മെത്തേഡിൽ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ വേർഡ്സിൻ്റെ ഫസ്റ്റ് ലെറ്റർ എടുക്കും, വേറെ വേർഡ്സിലും ഇടും. അത് നമുക്ക് റിമെമ്പർ ചെയ്യാൻ പറ്റുന്ന വേർഡ്സ്. സോ ഞാൻ എക്സാമ്പിൾ പറയാം. അതായത് നമ്മൾ ടൈപ്സ് ഓഫ് സോയിൽ ഉണ്ടല്ലോ, അതിങ്ങനെ പെട്ടെന്ന് പഠിക്കാൻ പറ്റും. സോ എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ അല്ലു അർജുൻ ഇൻ ഹിസ് ബ്ലാക്ക് ഡ്രസ് ഡ്രോ ഹിസ് റെഡ് ആൻഡ് യെല്ലോ ലംബോഗിനി ടു ബൈ അറൂട്ട് ഫ്രം ദ ഫോറസ്റ്റ്. ഓർമ്മയിട്ടില്ലോ? ഓക്കെ. ഇതിനകത്ത് എ എന്ന് പറഞ്ഞാൽ അലൂവിയൽ സോയിൽ, ബി എന്ന് പറഞ്ഞാൽ ബ്ലാക്ക് സോയിൽ, പിന്നെ റെഡ് ആൻഡ് യെല്ലോ സോയിൽസ്, ലംബോഗിനിയിലെ എല്ല് ലാറ്ററൈറ്റ് സോയിൽ, പാറൂട്ടിലെ അറിഡ് സോയിൽ, പിന്നെ ഫോറസ്റ്റ് സോയിൽ. അപ്പൊ ഒന്നുകൂടി പറഞ്ഞു നോക്കാം. പറഞ്ഞു. അലൂവിയൽ സോയിൽ, ബ്ലാക്ക് സോയിൽ, റെഡ് ആൻഡ് യെല്ലോ സോയിൽ, ലാറ്ററൈറ്റ് സോയിൽ, പിന്നെ അരിഡ് സോയിൽ, ഫോറസ്റ്റ് സോയിൽ. സോ അതന്നെ. ഇപ്പൊ കണ്ടില്ലേ, ഇത്രയും വലിയ എളുപ്പത്തിൽ നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റും, ഇത്രയും വലുതൊക്കെ. പിന്നെ വേറെ ഒരെണ്ണം ഉണ്ട്, അതാണ് റിയാക്ടിവിറ്റി സീരീസ് പഠിക്കാൻ വേണ്ടി. സോ അതെന്ന് പറഞ്ഞാൽ പ്ലീസ് സ്റ്റോപ്പ് കോളിംഗ് മീ ആൻഡ് സീബ്ര, ഇൻസ്റ്റെഡ് ലേൺ ഹൗ ക്യാറ്റ് മേക്ക് സിൽവർ ആൻഡ് ഗോൾഡ്. സോ അതിനകത്ത് പ്ലീസ് എന്ന് പറഞ്ഞാൽ പി പൊട്ടാസ്യം, അതിനെ സ്റ്റോപ്പിൽ എസ് എന്ന് പറഞ്ഞാൽ സോഡിയം, കോൾ എന്ന് പറഞ്ഞാൽ കാൽഷ്യം, മീ എന്ന് പറഞ്ഞാൽ മഗ്നീഷ്യം, ആനിലെ എ അലൂമിനിയം, സീബ്രയിലെ സി സിങ്ക്. ഒന്നുകൂടി പറഞ്ഞു നോക്കാം. എന്താ? പൊട്ടാസ്യം, സോഡിയം, കാൽഷ്യം, മഗ്നീഷ്യം, അലൂമിനിയം, സിങ്ക്. അത്രേ ഉള്ളൂ. അതെ, കുറച്ചുകൂടി ഈസി ആയിട്ട് നമുക്ക് പഠിക്കാൻ പറ്റും. ഏത് സബ്ജക്റ്റിലാണ് എടുക്കുന്നത്? ഉണ്ടല്ലോ, ക്വിക്ക് റിവിഷൻ ബണ്ടിൽ എന്ന് പറയും. ഇതിനകത്ത് PPTസും മൈൻഡ് മാപ്സും ഉണ്ട്. അപ്പം സ്ക്രീനിലേക്ക് നോക്കിയോ, നമുക്ക് ഹാർട്ടിനെ പറ്റി പഠിക്കാം. ഇതിനകത്ത് 4 പോയിന്റ്സ് ആണ് പറയുന്നത്. ഫസ്റ്റ് പോയിന്റ്, ഹാർട്ട് ഒരു മസ്കുലർ ഓർഗൻ ആണ്. സെക്കൻഡ് പോയിന്റ്, ഇറ്റ് ക്യാൻ ഫിറ്റ് ഇൻസൈഡ് ആൻ അഡൾട്ട് റിസ്റ്റ്. തേർഡ് പോയിന്റ്, ഒരു പമ്പിങ് ഓർഗൻ ആണ്. പിന്നെ ഫോർത്ത് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഹാർട്ടിന് 4 ചേമ്പേഴ്സ് ഉണ്ട്. എന്തുകൊണ്ട്? ഓക്സിജനും കാർബൺ ഡയോക്സൈഡും ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടി. പിന്നെ അതിന്റെ അടിയിൽ ഒരു ഡയഗ്രം കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഹാർട്ടിന്റെ ഡയഗ്രം. റൈറ്റ് ഏട്രിയം, ലെഫ്റ്റ് ഏട്രിയം, റൈറ്റ് വെൻട്രിക്കിൾ, ലെഫ്റ്റ് വെൻട്രിക്കിൾ. ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും എങ്ങനെയാണ് ഹാർട്ടിൽ കൂടെ ബ്ലഡ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്. പിന്നെ നമുക്ക് നെക്സ്റ്റ് സ്ലൈഡിലേക്ക് പോകാം. നെക്സ്റ്റ് സ്ലൈഡിൽ സിസ്റ്റോൾ, കോൺട്രാക്ഷൻ ഓഫ് കാർഡിയക് മസിൽസ് ഈസ് കോൾഡ് സിസ്റ്റോൾ. 2 പോയിന്റ്സ് ആണ് കൊടുത്തിരുന്നത്. പിന്നെ ഡയസ്റ്റോൾ, റിലാക്സേഷൻ ഓഫ് കാർഡിയക് മസിൽസ് ഈസ് കോൾഡ് ഡയസ്റ്റോൾ. പിന്നെ നമുക്ക് നെക്സ്റ്റ് സ്ലൈഡിലേക്ക് പോകാം. ഇതെല്ലാം നല്ല ഡയഗ്രാംസ് ഒക്കെ കൊടുത്തിട്ടാണ് കാണിച്ചിരിക്കുന്നത്. 3 മെയിൻ ടൈപ്സ് ഓഫ് ബ്ലഡ് വെസൽസ് ഇൻ ദ ഹ്യൂമൻ ബോഡി ആർ ആർട്ടറീസ്, വെയിൻസ്, കാപ്പിലറീസ്. അപ്പൊ ആർട്ടറീസ് തിക് വാൾഡ് ആണ്. പിന്നെ പൾമണറി ആർട്ടറീസ് ഡീഓക്സൈഡഡ് ബ്ലഡും പിന്നെ ഓക്സൈഡ് ബ്ലഡ് കൊടുക്കും എന്നാണ് പറയുന്നത്. പിന്നെ വെയിൻസിന്റെ അകത്ത് തിൻ വാൾഡ് ആണ്. വെയിൻസ് എന്ന് പറഞ്ഞാൽ തിൻ വാൾഡ് ആണ്. കാപ്പിലറീസ് എന്ന് പറഞ്ഞാൽ ഈ ആർട്ടറീസും വെയിൻസും ജോയിൻ ചെയ്യുന്ന ഭാഗത്ത് കൊടുത്തിരിക്കുന്നതാണ്. കാപ്പിലറീസ് പറഞ്ഞാൽ ഭയങ്കര തിന്നാണ്. അപ്പം ഈ പോയിന്റ്സ് എല്ലാം നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ നോക്കുമ്പോൾ ഒത്തിരി പേജസ് കൂടി ആയിരിക്കും കിട്ടുന്നത്. പക്ഷേ ഈ 4 സൈഡിനുള്ളിൽ തന്നെ നമുക്ക് ഈ പോയിന്റ്സ് എല്ലാം ജസ്റ്റ് ഒരു ക്വിക്ക് റിവിഷൻ ആയിട്ട് എക്സാമിന് തലേദിവസം പഠിക്കാൻ പറ്റുന്ന സംഭവമാണിത്. പിന്നെ അപ്പൊ നമുക്ക് ഒന്നുകൂടെ പറഞ്ഞു നോക്കാം. ഹാർട്ട്, ഫസ്റ്റ് പോയിന്റ്, ഹാർട്ട് ഒരു മസ്കുലർ ഓർഗൻ ആണ്. സെക്കൻഡ് പോയിന്റ്, ഹാർട്ട് അഡൽട്ടിന്റെ ഫിസ്റ്റിൽ, യെസ്, അഡൽട്ടിന്റെ ഫിസ്റ്റിൽ കിട്ടാൻ പറ്റും. പിന്നെ തേർഡ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഹാർട്ട് ഒരു പമ്പിങ് ഓർഗൻ ആണ്. ഫോർത്ത് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഹാർട്ടിന് 4 ചേമ്പേഴ്സ് ഉണ്ട്. അത് ഓക്സിജനും കാർബൺ ഡയോക്സൈഡും ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. അത്രേ ഉള്ളൂ. അപ്പൊ ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് കുറേ സമയം കളഞ്ഞ് ഹാർട്ട് പഠിക്കാൻ പറ്റും. അപ്പൊ ഇതൊക്കെ ഇത്രേ ഉള്ളൂ അല്ലേ? അല്ല, പിന്നെ കുറച്ചേ ഉള്ളൂ ഹാർട്ട് എന്ന് പറഞ്ഞാൽ. 4 സൈഡ്. അടിപൊളി. ഇനി എന്തെങ്കിലും ഉണ്ടോ ഇങ്ങനത്തെ? പിന്നെ ഇനിയുണ്ട്.